ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ലഹരിക്കെതിരെ നടത്തുന്ന ഓപ്പറേഷൻ രണ്ടാം ഘട്ടം ഓണത്തിന് ശേഷം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മരുന്ന് കടത്താനുള്ള എല്ലാ വഴികളും അടഞ്ഞതോടുകൂടി ലഹരി മാഫിയ കൊറിയർ ഏജൻസികളെ മറയാക്കുകയാണെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ സ്വകാര്യ കൊറിയർ സർവീസുകാർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ അടുത്ത ഘട്ടം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വ്യാപകമായ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾക്കുമാണ് രൂപം കൊടുക്കുന്നത്. കൊറിയർ സർവീസിലൂടെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ അയക്കുന്നതായി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. കൊറിയർ കമ്പനികളോട് ഞാൻ ഒരു കാര്യം പാലക്കാട് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി നിർത്തിക്കൊള്ളണം. സ്വകാര്യ കൊറിയർ കമ്പനികൾ പോസ്റ്റ് ഓഫീസുകൾ വഴിയും ലഹരി പദാർത്ഥങ്ങൾ രാസലഹരി അയക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഈ കമ്പനികൾക്കെതിരെ ഉണ്ടാകും. ഇന്ന് കൊറിയർ കമ്പനികളിലൂടെ അവരയക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. സ്വകാര്യ കൊറിയർ കമ്പനികൾ ഇത് രാസലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ചില സ്വകാര്യ കൊറിയർ കമ്പനിക്കാർ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 15-ന് ശേഷം പോലീസ് സേനയുടെ മുഖച്ഛായ മാറ്റും. സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി പൊതുജനങ്ങളെ പോലീസുമായി കൂടുതൽ അടുപ്പിക്കാൻ ഉദ്ദേശിച്ചാണ്. അർജുൻ ആയങ്കി പോലീസ് സേനയ്ക്കും ആഭ്യന്തരമന്ത്രിക്കും നേരെ നടത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അതെല്ലാം പോലീസ് സേന നേരിടും എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേ മാതരം ആരംഭിക്കണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് താൻ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.